ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മെയ് 18 ഞായറാഴ്ച ഞങ്ങൾ റേഡിയോ ബെൻസിയറിൽ നിന്നും ഒരു യാത്ര പോവുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാ ആർജേഴ്സ് ആയിട്ട് ഞങ്ങളുടെ യാത്ര രാവിലെ 5:40 അങ്ങനെ തുടങ്ങിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ യാത്ര വാഗമണിലേക്കായിരുന്നു. ഒരു ദിവസത്തെ യാത്ര അടിച്ചു പൊളിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ നല്ലോണം ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി താണ്ടെ ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോ ഞങ്ങൾക്ക് മുഖ്യമാണ് കേട്ടോ. സത്യത്തിൽ റീൽസൊക്കെ ചെയ്ത് വാഗമണിൽ അങ്ങനെ ഒരു ദിവസം ഒരു 5:30 വരെ ഞങ്ങൾ അടിച്ചു പിടിച്ചു. അവിടെ ചെന്നൊരു പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ. ഈ യാത്ര പോയപ്പോൾ ഞങ്ങളോട് എല്ലാവരും ചോദിച്ചു, റേഡിയോയിലെ ആർജേഴ്സ് എല്ലാം കൂടെ പോയാൽ പ്രോഗ്രാം എങ്ങനെയാണ്, നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെ ചോദിച്ചാൽ എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, തിരക്കുകളെല്ലാം മാറി നമുക്കൊരു യാത്ര ഒരിക്കലും പോകാൻ പറ്റില്ല. അങ്ങനെയൊന്നും യാത്ര ചെയ്താൽ ആരും നമുക്കിടയിൽ ഉണ്ടാവില്ല. തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തുക. ജീവിതം ചെറുതല്ലേ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് ആസ്വദിക്കുക കേട്ടോ. തിരക്കുകൾക്കിടയിലും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതം എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വൈകിപ്പോയെന്ന് തോന്നും. അന്ന് ഇങ്ങനൊരു യാത്ര പോകാൻ പറ്റിയില്ലെന്നും വരും. അതുകൊണ്ട് തിരക്കുകൾക്കിടയിലും യാത്രയ്ക്കായി സമയം കണ്ടെത്തുക. കാരണം ഓരോ യാത്രയും ഓരോ അനുഭവമാണ്. കണ്ടോ, ബോണിച്ചേട്ടനൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് ഡാൻസ് കളിക്കായിരുന്നു. ബോണിച്ചേട്ടനും പ്രവീണും രേഷ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ നട ക്ഷീണിച്ച് ഉറക്കമായി. അപ്പോഴാണ് പെട്ടെന്ന് ഫുഡ് എന്ന് കേട്ടത്. അപ്പോഴേ ചാടി എണീറ്റ് ഫുഡ് കഴിച്ച് സന്തോഷത്തിൽ വീണ്ടും ഡാൻസൊക്കെ കളിച്ച് കേട്ടോ. ഡാൻസൊക്കെ കണ്ടോ, നമ്മുടെ വാഹനത്തിലെ ഇരുണ്ട വെളിച്ചത്തിൽ കളിക്കാൻ എന്ത് രസമായിരുന്നു, റീൽസൊക്കെ ചെയ്യാനെന്ന് അറിയാവോ. ഓക്കെ, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ വാതിൽ കൂടി പുറത്തുമൊക്കെ നോക്കുമ്പോഴത്തേക്കും താണ്ടെ മഴയൊക്കെ പെയ്തിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലായത് രാവിലെ 5:40 പുറപ്പെട്ട സ്ഥലത്ത് തന്നെ ഞങ്ങൾ രാത്രി 11:40 എത്തിച്ചേർന്നിരിക്കുന്നു. അതായത് റേഡിയോ ബെൻസിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു സങ്കടം തോന്നി. ഒരു ദിവസം മൊത്തം ആഘോഷിച്ച ഞങ്ങൾ താണ്ടെ അതിൻ്റെ എല്ലാ സന്തോഷം കഴിഞ്ഞിരിക്കുന്നു. ലൈറ്റ് വീരിക്കുന്നു. അതായത് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. സന്തോഷത്തോടൊപ്പം എല്ലാവരുടെ മുഖത്ത് ഒരല്പം സങ്കടമുണ്ട്. കാരണം ഈ യാത്ര ഇവിടെ അവസാനിച്ചില്ലേ, ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് പറഞ്ഞേ ഉള്ളൂ, യാത്ര ചെയ്യുക, ഇനിയും സമയം കിട്ടുമ്പോൾ ചെയ്യുക. സമയം കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഞമ്മക്കെന്ത് ലീവ് വരണം തോന്നിയ കമ്പനി പൂട്ടുക വരിക. കമ്പനി പൂട്ടാതെ തന്നെ ഞങ്ങൾക്ക് ഇത്ര മനോഹരമായൊരു ദിവസം സമ്മാനിച്ച റേഡിയോ ബെൻസിയറിനും നന്ദി. അപ്പോൾ